ചേലക്കര ഉപതെരഞ്ഞെടുപ്പിൽ മികച്ച പോളിംഗ് 2021 തെരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് 1000-ഓളം വോട്ടർമാർ ഇക്കുറി അധികമായി പോളിംഗ് ബൂത്തിലെത്തി. ഇടത് ശക്തി കേന്ദ്രങ്ങളിലുണ്ടായ കനത്ത പോളിംഗ് ഇടത് ക്യാമ്പിന് ആവേശം പകർന്നിട്ടുണ്ട്. കഴിഞ്ഞ തവണത്തേക്കാൾ ഉയർന്ന ഭൂരിപക്ഷത്തിന് മണ്ഡലം നിലനിർത്താനാകുമെന്നാണ് LDFന്റെ പ്രതീക്ഷ. ചേലക്കരയിൽ LDF പുലർത്തുന്നത് വലിയ പ്രതീക്ഷ തന്നെയാണ്. ഇന്നത്തെ പോളിംഗിന്റെ വിശദാംശങ്ങൾ ചേലക്കര പറയുന്ന രാഷ്ട്രീയ ചിത്രം എങ്ങനെയാണ് എന്നുള്ളത് സാലിം മുഹമ്മദ് റിപ്പോർട്ടിൽ തരും. റിപ്പോർട്ടിലേക്ക്. ഏറെക്കുറെ കഴിഞ്ഞ തവണത്തതിന് സമാനമായ പോളിംഗ് ശതമാനത്തിലേക്കാണ് ചേലക്കരയിൽ കാര്യങ്ങൾ എത്തുന്നതെന്ന് പറയാം. പക്ഷേ രാവിലെ 7 മണി മുതൽ 11 മണി വരെ പോളിംഗ് ബൂത്തുകളിലേക്ക് ഒഴുകിയെത്തിയ ജനക്കൂട്ടത്തെ കണ്ടപ്പോൾ റെക്കോർഡ് ഭേദിക്കുന്ന ഒരു പോളിംഗാണ് പ്രതീക്ഷിച്ചത്. പക്ഷേ ഉച്ചയോടുകൂടി പോളിംഗ് മന്ദീഭവിച്ചു. വൈകുന്നേരത്തോടുകൂടി ഒന്ന് പുനർജീവിച്ചെങ്കിലും കാര്യമായ വർധനവുണ്ടായില്ല. ഏതായാലും ഒരു കാര്യമുണ്ട്, കഴിഞ്ഞ തവണത്തതിന് സമാനമായ പോളിംഗ് ശതമാനത്തിലേക്ക് എത്തും എന്ന് പറയുമ്പോഴും കഴിഞ്ഞ തവണത്തേക്കാൾ ഒരു 1000-ലധികം വോട്ടുകൾ ഈ മണ്ഡലത്തിൽ പോൾ ചെയ്യപ്പെട്ടു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. കഴിഞ്ഞ തവണ 1,53,673 ആയിരുന്നെങ്കിൽ ഇത്തവണ 1,54,500 വോട്ടെത്തുകയാണ്. ഒരു 1000-നടുത്ത് വോട്ടുകൾ കൂടുതലായി പോൾ ചെയ്യപ്പെട്ടു എന്നതാണ് കണക്കുകളിൽ നിന്ന് മനസ്സിലാവുന്നത്. ഏതായാലും ഉച്ചയ്ക്ക് ഒരു 2 മണിയോടുകൂടി 50% പോളിംഗ് കടന്നു. വൈകിട്ട് 6 മണിക്ക് പോളിംഗ് അവസാനിപ്പിക്കുമ്പോൾ 1-2 ബൂത്തുകളിൽ മാത്രമാണ് ക്യൂ അവശേഷിച്ചിരുന്നത്. അതിൽ തളിയിലെ 7-ാം നമ്പർ ബൂത്തിൽ 100-ലധികം ആളുകളുണ്ടായിരുന്നു. അവിടെ പോളിംഗ് തീർന്നപ്പോൾ ഏതാണ്ട് 7:30 കഴിഞ്ഞു എന്നുള്ളതാണ് പൊതു സാഹചര്യം. അവിടെയാണ് ഒരു താമസം നേരിട്ടത്. മറ്റിടങ്ങളിലെല്ലാം സമാധാനപരമായി വലിയ കുഴപ്പങ്ങളില്ലാതെ പോളിംഗ് പര്യവസാനിച്ചു. അതിനിടയ്ക്ക് പ്രധാന മുന്നണികളുടെ സ്ഥാനാർത്ഥികൾ UR പ്രദീപ് LDFൻ്റെയും NDAയുടെ കെ ബാലകൃഷ്ണനും അവരവരുടെ ബൂത്തുകളിലെത്തി വോട്ട് രേഖപ്പെടുത്തി. രമ്യയ്ക്ക് വോട്ടുണ്ടായിരുന്നില്ല. CPIM കേന്ദ്ര കമ്മിറ്റി അംഗവും മുൻ മന്ത്രിയും MP-യുമായ കെ രാധാകൃഷ്ണൻ അദ്ദേഹത്തിൻ്റെ ബൂത്തിൽ വോട്ട് രേഖപ്പെടുത്തുകയും ചെയ്തു. അതിനുശേഷം നടത്തിയ പ്രതികരണങ്ങളിൽ LDF നേതാക്കൾ തികഞ്ഞ ആത്മവിശ്വാസമാണ് പ്രകടിപ്പിച്ചത്. അതായത് LDFൻ്റെ കണക്കുകളിൽ LDF വലിയ ഭൂരിപക്ഷത്തിന് ഈ മണ്ഡലം നിലനിർത്തുമെന്നുള്ളതാണ്. LDFൻ്റെ കണക്ക് കഴിഞ്ഞ തവണത്തെ മറികടക്കുന്ന ഒരു ഭൂരിപക്ഷം എന്നുള്ളതാണ്. അതിനവർ മുന്നോട്ട് വയ്ക്കുന്ന ചില കണക്കുകളുണ്ട്. ആ കണക്കുകൾ പ്രകാരം കഴിഞ്ഞ തവണത്തേക്കാൾ ഇടതു വോട്ടുകൾ ഇക്കുറി പോൾ ചെയ്യപ്പെട്ടു എന്നുള്ളതാണ്. അതിന് 11:30 മുമ്പ് തന്നെ ഭൂരിഭാഗം ഇടതു വോട്ടുകളും മണ്ഡലത്തിൽ പോളിംഗ് ബൂത്തുകളിൽ എത്തിയെന്നാണ് ഇടതുപക്ഷത്തിൻ്റെ അവരുടെ കണക്കുകളിൽ നിന്ന് വ്യക്തമാകുന്നത്. എന്നാൽ UDF പക്ഷത്ത് ചില മാന്ദ്യം അനുഭവപ്പെടുകയും ചെയ്തു. UDF ആധിപത്യമുള്ള മേഖലകളിൽ നിന്ന് വളരെ കുറഞ്ഞ പോളിംഗാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. നേരെ മറിച്ച് LDF ആധിപത്യമുള്ള മേഖലകളിൽ വലിയ തോതിലുള്ള പോളിംഗ് ശതമാനം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഉദാഹരണത്തിന് ചെറുതുരുത്തി, വള്ളത്തോൾ നഗർ പോലെയുള്ള പഞ്ചായത്തുകളിൽ അവിടെ നമുക്കറിയാം ഗ്രാമപഞ്ചായത്തിൽ 16-ൽ 15 LDFനൊപ്പമാണ്. ഒരു ND അംഗമാണ്. UDFന് ഒറ്റ അംഗവുമില്ലാത്ത പഞ്ചായത്തിൽ നല്ല പോളിംഗുണ്ട്. തൊട്ടടുത്ത ദേശമംഗലത്ത് LDF സ്ഥാനാർത്ഥിയുടെ ജന്മനാട്, ഒപ്പം LDFൻ്റെ ഒരു ശക്തി കേന്ദ്രം, LDFന് വലിയ മൃഗീയ ഭൂരിപക്ഷം എല്ലാ തെരഞ്ഞെടുപ്പുകളും നൽകുന്ന പ്രദേശം, അവിടെയും കനത്ത തോതിൽ പോളിംഗ്. നേരെ മറിച്ച് UDF തന്നെ ഒപ്പത്തിനൊപ്പം അല്ലെങ്കിൽ നേരിയ മേൽക്കൈ അവകാശപ്പെടുന്ന ചേലക്കര ഗ്രാമപഞ്ചായത്തിൽ പോളിംഗ് ശതമാനത്തിൽ ഇടിവ്. അപ്പോൾ ഇതെല്ലാം കണക്ക് കൂട്ടുമ്പോൾ LDFൻ്റെ അവകാശവാദങ്ങൾക്കാണ് ഒരു തൂക്കം മുൻപിലുള്ളത് എന്ന് തന്നെ പറയേണ്ടി വരും. LDF കണക്ക് പ്രകാരം മുൻകൂട്ടി പറയുന്നത് കഴിഞ്ഞ തവണത്തെ 39,400 മറികടന്ന ഒരു ഭൂരിപക്ഷം ഈ കുറി ഉണ്ടാകും എന്നാണ് LDFൻ്റെ അവകാശവാദം പോളിംഗ് പൂർത്തിയാകുമ്പോൾ. UDFനെ സംബന്ധിച്ചിടത്തോളം പോളിംഗിന് മുമ്പുണ്ടായിരുന്ന അത്ര ആത്മവിശ്വാസം UDF ഒട്ട് പ്രകടിപ്പിക്കുന്നുമില്ല. ഭൂരിപക്ഷത്തെ LDFൻ്റെ ഭൂരിപക്ഷത്തെക്കുറിച്ചാണ് UDFൻ്റെ നേതാക്കൾ ഇപ്പോൾ സംസാരിക്കുന്നത് എന്നുള്ളതാണ് പോളിംഗ് അവസാനിക്കുമ്പോൾ ഉള്ള സാഹചര്യം. ഏതായാലും LDF ക്യാമ്പ് വലിയ ആത്മവിശ്വാസത്തിലും ആവേശത്തിലുമാണ് പോളിംഗിൻ്റെ അവസാന കണക്ക് പുറത്തു വരുമ്പോൾ എന്നതാണ് സാഹചര്യം. ചേലക്കരയിൽ വലിയ ആത്മവിശ്വാസത്തിലാണ് ഇടത് ക്യാമ്പ്. കഴിഞ്ഞ തവണ കെ രാധാകൃഷ്ണന് ലഭിച്ച 39,400 എന്ന ഭൂരിപക്ഷം ഇത്തവണ കൂടും എന്നുള്ള ഉറച്ച ആത്മവിശ്വാസത്തിലാണ് ഇടത് ക്യാമ്പ്. വിവരങ്ങളാണ് സാലിം മുഹമ്മദ് നൽകിയത്.